ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആരോപണത്തിന് തുടർച്ചയായി രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തോൽവി ഒഴിവാക്കാൻ പലതവണ ഭരണഘടനാ ഭേദഗതി ചെയ്തവരാണെന്ന് അമിത് ഷാ പറഞ്ഞു. ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടിയാകുകയായിരുന്നു അദ്ദേഹം. തോൽവി ഭയന്ന് ഭേദഗതികൾ നടത്തുന്നതും വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്നതും കോൺഗ്രസ് ആണ്. രാജ്യസഭയുടെ കാലാവധി 5-ൽ നിന്ന് 6 ആക്കിയതും ഇവരാണ്. ഉള്ളു പൊള്ളയായ ഭരണഘടനയാണ് രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്നതെന്നും അമിത് ഷാ പരിഹസിച്ചു. നല്ല ഭരണഘടനയാണെങ്കിലും ഭരിക്കുന്നവർക്ക് കഴിവില്ലെങ്കിൽ ദോഷം ചെയ്യുമെന്ന് അൻബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലക്കിട്ടാണ് പൊതു തിരഞ്ഞെടുപ്പിന് മുൻപേ ആദ്യ ഭേദഗതി കൊണ്ടുവന്നത്. 1971-ൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 24-ാം ഭേദഗതി നടത്തിയത് മൗലികാവകാശം നിയന്ത്രിക്കാനായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്ത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി OBCക്ക് സംവരണം നൽകിയാൽ യോഗ്യതയുള്ളവരെ ലഭിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് 50% സംവരണ പരിധി മാറ്റണമെന്നാണ് ആവശ്യം. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി വാദിച്ചതിനാൽ ഇപ്പോൾ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ കോൺഗ്രസ് പുറത്താക്കിയെന്നും ഷബാനു കേസ് പരാമർശിച്ചു പറഞ്ഞു. നെഹ്റുവാണ് മുസ്ലിം വ്യക്തി നിയമം കൊണ്ടുവന്നത്. എന്നാൽ ഏക സിവിൽ കോഡിനെ കോൺഗ്രസ് എതിർക്കുന്നു. കേരളത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി, അബ്ദുൾ വഹാബ്, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ സംസാരിച്ചു.